ഹായ് ഫ്രണ്ട്സ്, ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയും കൂടെ കഴിക്കാവുന്ന ഒരു ചിക്കൻ സ്റ്റൂ എങ്ങനെ തയ്യാറാക്കിയെടുക്കാമെന്ന് കണ്ടാലോ. അതിനായി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് പട്ട, ഗ്രാമ്പൂ, ഏലക്ക എന്നിവ ചേർത്ത് ഒന്ന് പൊട്ടിയ ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയമാകുമ്പോൾ അതിലേക്ക് ചെറുതായിട്ടരിഞ്ഞ സവാളയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാടങ്ങ് വഴണ്ടു പോകേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് അതിലേക്ക് കറിക്ക് ആവശ്യമായ ഉപ്പും കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം അതിലേക്ക് നമുക്ക് കഴുകി വെച്ചിരിക്കുന്ന ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ആ ചിക്കൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയമാകുമ്പോൾ നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് തേങ്ങയുടെ 2-ാം പാല് ചേർത്ത് കൊടുക്കാം. 2-ാം പാല് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് കുറച്ച് നേരം അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വരുന്ന സമയമാകുമ്പോൾ നമുക്ക് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. ആ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുമ്പോൾ നമുക്ക് ആ കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നത്. ഒന്ന് ഉടച്ചു കൊടുത്ത ശേഷം നമുക്കതിലേക്ക് ഗരം മസാലയും കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതിലേക്ക് തേങ്ങയുടെ 1-ാം പാലും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം. 1-ാം പാല് ചേർത്ത് കൊടുത്താൽ പിന്നെ നമുക്ക് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമുക്ക് അല്പം കാഷ്യൂനട്ട് എണ്ണയിൽ നന്നായിട്ടൊന്ന് വറുത്ത് ഈ കറിയിലേക്ക് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ സ്റ്റൂ ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും ഈ ക്രിസ്മസിന് ഒന്ന് തയ്യാറാക്കി നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക്